നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജനസാഗരം സാക്ഷിയാക്കി കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശൻ അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. UDF മന്ത്രിസഭയിൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തത് 2 പേർ. RSPയുടെ ഷിബു ബേബി ജോണും CMPയുടെ CP ജോണുമാണ് സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത OJ ജനീഷ് നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. ജില്ലയെ അമ്പരപ്പിച്ച് അപ്രതീക്ഷിതമായാണ് മന്ത്രിപദം OJ ജനീഷിനെ തേടിയെത്തിയത്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്നും അട്ടിമറി വിജയത്തോടെയാണ് OJ ജനീഷ് നിയമസഭയിലെത്തിയത്. തളിക്കുളത്ത് കാർ വൈദ്യുതി തൂണിലിടിച്ച് യുവാവ് മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന വയനാട് വെള്ളമുണ്ട സ്വദേശി കവരവീട്ടിൽ മുസ്തഫയുടെ മകൻ 20 വയസ്സുള്ള മുജീബ് റഹ്മാനാണ് മരിച്ചത്. എടത്തുരുത്തിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിപിടിയിൽ. പരിസരവാസിയായ കൊട്ടാരപ്പറമ്പിൽ അനൂപാണ് പിടിയിലായത്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയുടെ ആഹ്ലാദ നിറവിൽ തൃശൂർ. പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തുമാണ് തൃശൂർ DCC ഓഫീസിൽ പ്രവർത്തകരും നേതാക്കളും സന്തോഷം പങ്കുവച്ചത്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ പായസ വിതരണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മറ്റത്തൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AB പ്രിൻസ്, പൈങ്കയിൽ സജീവ് കുമാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. UDF സർക്കാരിന്റെ സ്ഥാനാരോഹണ വേളയിൽ മധുരം വിളമ്പി കോൺഗ്രസ് പ്രവർത്തകർ. കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ നടന്ന പായസ വിതരണത്തിന് കോൺഗ്രസ് നേതാക്കളായ KP സുനിൽകുമാർ, ദിലീപ് ഖാദി, ഡിൽഷൻ കൊട്ടേക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് അധികാരമേറ്റ ടീം UDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വിജയാഘോഷം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ UDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡ്രൂ തൊറയൻ, കോൺഗ്രസ് നേതാക്കളായ VK പ്രദീപ്, രാമൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗോവയിലെ മഡ്ഗാവിൽ വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യയ്ക്കായി പാവറട്ടി സ്വദേശി രഹ്ന റഷീദ് ഇരട്ട സ്വർണം നേടി. ഇടത് വലത് കൈവിഭാഗങ്ങളിലായാണ് രഹ്ന റഷീദ് സ്വപ്ന നേട്ടം കൈവരിച്ചത്. അതിരൂപത ദിനാചരണത്തിന്റെ ഭാഗമായി നിർധനരായ 2 കുടുംബങ്ങൾക്കായി വടക്കാഞ്ചേരി ഫൊറോന ഇടവക നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ ആശീർവാദവും ഉദ്ഘാടനവും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. MLA സേവ്യർ ചിറ്റലപ്പള്ളി ഗൃഹപ്രവേശം നടത്തി. UDF പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ 2 ഗ്യാരണ്ടികൾ ഉടൻ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ആശാവർക്കർമാരുടെ വേതനം 3000 രൂപ കൂട്ടി. സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം 1000 രൂപ കൂട്ടി. പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും അംഗനവാടി ടീച്ചർമാരുടെയും വേതനം 1000 രൂപ കൂട്ടി. എടത്തുരുത്തിയിൽ സ്നേഹസംഗമം കൂട്ടായ്മ സംഘടിപ്പിച്ച കുടുംബ സംഗമം എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. സംഗമം പ്രസിഡന്റ് NK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃശൂർ നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂർ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത്, VM ഷംസുദ്ദീൻ, കുര്യൻ മുട്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. SNSC ചന്ദ്രാപിനിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമ്മർ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി കിണറ്റിൽ വീണ 2 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കിണറ്റിൽ അകപ്പെട്ട ചാപ്പാറ രാഹത്ത് ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന പറാട്ടുപറമ്പിൽ 74-കാരിയായ നാരായണിയെയും കോഴിക്കട സ്വദേശി ഷൈജുവിനെയുമാണ് രക്ഷപ്പെടുത്തിയത്. ഭിന്നശേഷിക്കാരുടെ കലാകൂട്ടായ്മയായ ടീം പൂമ്പാറ്റയുടെ നേതൃത്വത്തിൽ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ 101 ഭിന്നശേഷിക്കാരുടെ മെഗാ ചെണ്ടമേളം നടന്നു. തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു.
തൃശൂർ ജവഹർ ബാലഭവൻ ഒഴിവുകാല പരിശീലന പരിപാടിയിൽ കലയോടൊപ്പം ആരോഗ്യം, അറിവ് പകർന്ന് വായുജന്യ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിന്റെ 100-ദിന ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന് ജില്ലാ TB സെന്റർ സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ സുനിത നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.